നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത ചതുർത്ഥോധ്യായ ജ്ഞാനകർമ്മസന്യാസ യോഗ. ഈ അധ്യായത്തിൽ ഭഗവാൻ അർജുനന് പ്രധാനമായും ജ്ഞാനമാർഗത്തെ ഉപദേശിക്കുന്നു. അജ്ഞാനം കൊണ്ടുണ്ടായ സകല സംശയങ്ങളെയും ദൂരീകരിച്ച് കർത്തവ്യകർമ്മം യജ്ഞഭാവത്തിൽ ചെയ്യാൻ ഭഗവാൻ ആഹ്വാനം ചെയ്യുന്നു. കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട് മനോബുദ്ധികളുടെ ഉദ്ഗ്രഥനം സാധിച്ച ഒരാൾക്ക് ധ്യാന സാധനയിലൂടെ ഉന്നത മേഖലയിലേക്ക് ഉയരുവാൻ സാധിക്കും. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനകമവ്യയം വിവസ്വാൻമനവേ പ്രാഹ മനുരിക്ഷ്വാകവേ ബ്രവീദ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ വേദരഹസ്യം ഭഗവാൻ സൂര്യനുപദേശിച്ചു. അറിയുക എന്നർത്ഥമുള്ള വിദ് ധാതുവിൽ നിന്നാണ് വേദം എന്ന വാക്കിൻ്റെ ഉൽപ്പത്തി. വേദമെന്നാൽ അറിവ്, ജ്ഞാനം എന്നർത്ഥം. സൂര്യൻ ഈ യോഗത്തെ മനുവിനും മനു അത് ഇക്ഷ്വാകുവിനും ഉപദേശിച്ചു. രാജർഷിമാരിൽ കൂടി പരമ്പരയായി നിലനിന്നു പോന്ന ഈ യോഗം ദീർഘകാലം കൊണ്ട് നഷ്ടപ്പെട്ടുപോയി. അർജുനൻ അപ്പോൾ ഒരു സംശയം ചോദിക്കുന്നു. അങ്ങയുടെ ജനനം ഇപ്പോഴും സൂര്യൻ്റെ ജന്മം മുൻപുമാണല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ യോഗം സൂര്യന് ഉപദേശിക്കുന്നത്? ശ്രീ ഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരന്തപ. അല്ലയോ അർജുന, എനിക്കും നിനക്കും എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അവയെല്ലാം ഞാൻ അറിയുന്നു, എന്നാൽ അത് നിനക്കറിഞ്ഞുകൂടാ. ജനിക്കാത്തവനും നശിക്കാത്തവനും ജീവജാലങ്ങളുടെ എല്ലാം ഈശ്വരനുമാണെങ്കിലും സ്വപ്രകൃതിയെ ആശ്രയിച്ച് സ്വന്തം മായാശക്തി കൊണ്ട് ഞാൻ ജന്മമെടുക്കുന്നു. അടുത്തതായി ഭഗവത്ഗീതയിലെ 2 പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അല്ലയോ ഭാരത, എപ്പോഴെല്ലാം ധർമ്മത്തിന് തളർച്ചയും അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം ഞാൻ ജന്മമെടുക്കുന്നു. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സന്മാർഗത്തിൽ ചരിക്കുന്നവരെ സംരക്ഷിക്കാനും ദുർമാർഗത്തിൽ ചരിക്കുന്നവരെ നശിപ്പിക്കാനും ധർമ്മത്തെ ലോകത്തിൽ നിലനിർത്താനും യുഗം യുഗം തോറും ഞാൻ ജന്മമെടുക്കുന്നു. അല്ലയോ അർജുന, എൻ്റെ ദിവ്യമായ ജന്മവും കർമ്മവും ഇപ്രകാരം താത്വികമായി ആരറിയുന്നുവോ ആ ജ്ഞാനി ദേഹം വെടിഞ്ഞ ശേഷം പുനർജനിക്കുന്നില്ല, അവൻ എന്നെ തന്നെ പ്രാപിക്കുന്നു. 10ാമത്തെ ശ്ലോകം നോക്കാം. വീതരാഗഭയക്രോധ മന്മയാ മാമുപാശ്രിത ബഹവോ ജ്ഞാനതപസാ പൂതാമദ്ഭാവമാഗത. രാഗം, ഭയം, ക്രോധം ഇവയെ പൂർണ്ണമായി അകറ്റിയേ പറ്റൂ. എന്നിൽ തന്നെ മുഴുകിയവരായ അനേകം ജനങ്ങൾ ജ്ഞാനതപസ്സുകൊണ്ട് അന്ധക്കരണ ശുദ്ധി വന്ന് എന്നെ തന്നെ പ്രാപിക്കുന്നു. ആരൊക്കെ എപ്രകാരം എന്നെ ഭജിക്കുന്നുവോ അവരെ അപ്രകാരം തന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. 13ാമത്തെ ശ്ലോകം നോക്കാം. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശക തസ്യ കർത്താരമപി മാം വിദ്യ കർത്താരമവ്യയം. ഗുണകർമ്മങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രരെന്ന 4 വർണ്ണങ്ങൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു.
അതിൻ്റെ കർത്താവാണെങ്കിലും വികാരരഹിതനായ എന്നെ കർത്തൃത്വമില്ലാത്തവൻ എന്ന് അറിഞ്ഞാലും. ഏറെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടതാണ് ഈ ശ്ലോകം. ചിത്തവൃത്തികളുടെ വൈജാത്യം അടിസ്ഥാനമാക്കി മനുഷ്യരാശിയെ മുഴുവൻ പഠന സൗകര്യത്തിനു വേണ്ടി 4 വർണ്ണങ്ങളായി തിരിച്ചുവെന്ന് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. നമാം കർമാണി ലിംബന്തേ നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാദേ കർമ്മഭിർന സബധ്യതേ. കർമ്മങ്ങൾ എന്നെ സ്പർശിക്കുന്നില്ല, എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രഹമില്ല. ഇപ്രകാരമുള്ള എൻ്റെ യാഥാർത്ഥ്യം ആരറിയുന്നുവോ അവർ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാ തത്തേ കർമ്മ പ്രവിക്ഷ്യാമി യജ്ഞാതോ മോക്ഷസേ ശുഭാത്. കർമ്മമേത് അകർമ്മമേത് എന്ന് നിശ്ചയിക്കുന്നതിന് ജ്ഞാനികൾ പോലും വിഷമിക്കുന്നു. യാതൊന്നറിഞ്ഞാൽ അശുഭത്തിൽ നിന്ന് മുക്തനാകുന്നുവോ ആ കർമ്മത്തെ നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ശരിയായ കർമ്മത്തിൻ്റെ സ്വരൂപം എന്തെന്ന് അറിയേണ്ടതുണ്ട്. നിഷിദ്ധ കർമ്മത്തെക്കുറിച്ചും അറിയേണ്ടതുണ്ട്. അകർമ്മത്തിൻ്റെ സ്വഭാവവും അറിയേണ്ടതാണ്. എന്തെന്നാൽ കർമ്മത്തിൻ്റെ രഹസ്യം അറിയാൻ പ്രയാസമുള്ളതാണ്. ജീവിതം എന്നാൽ കർമ്മം തന്നെയാണ്. കർമ്മമെല്ലാം നിലച്ചാൽ മരിച്ചു എന്നർത്ഥം. കർമ്മം ചെയ്തതുകൊണ്ട് മാത്രമേ നമുക്ക് പുരോഗമിക്കാൻ കഴിയുകയുള്ളൂ. ജീവിതം ചലനാത്മകമായ ആകയാൽ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നമുക്ക് കർമ്മം ചെയ്തേ തീരൂ. ജീവിതത്തിൽ 3 തരം കർമ്മങ്ങളാണുള്ളത്: കർമ്മം, വികർമ്മം, അകർമ്മം. കർമ്മം എന്നാൽ നമ്മൾ ചെയ്യുന്ന കർത്തവ്യ കർമ്മം. വികർമ്മം എന്നാൽ നിഷിദ്ധമായിട്ടുള്ള കർമ്മം. അകർമ്മം എന്നാലോ കർമ്മരാഹിത്യം, കർമ്മം ഒന്നും ചെയ്യാതിരിക്കൽ. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് കർമ്മമാകയാൽ അവൻ ഏതു തരം കർമ്മം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും ആർ കാണുന്നുവോ അവൻ മനുഷ്യരിൽ ബുദ്ധിമാനാകുന്നു. അവൻ യോഗിയും കർമ്മങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്യുന്നവനുമാകുന്നു. 24-ാമത്തെ ശ്ലോകം നോക്കാം. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. ബ്രഹ്മമാകുന്ന ജ്ഞാനാഗ്നിയിൽ ബ്രഹ്മമാകുന്ന ഹവിസ് ബ്രഹ്മമാകുന്ന ഞാൻ അർപ്പിക്കുന്നു. ഈ ഭാവത്തോടെ കർമ്മം അനുഷ്ഠിക്കുന്ന ജ്ഞാനി യജ്ഞഫലമായി ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കുന്നു. ഭാരതമൊട്ടുക്കും ഹിന്ദുക്കൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് പ്രാർത്ഥനയായി ചൊല്ലുന്ന പ്രസിദ്ധമായ ശ്ലോകമാണിത്. ഭക്ഷണം കഴിക്കുമ്പോൾ നാം ചെയ്യുന്നത് ബ്രഹ്മമാകുന്ന അന്നം ബ്രഹ്മമാകുന്ന ജഠരാഗ്നിയിൽ ബ്രഹ്മപ്രീതിക്കായി അർപ്പിക്കുകയാണ്. 29-ാമത്തെ ശ്ലോകം നോക്കാം. അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ പാനം തഥാ പരേ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണായാമപരായണ. പ്രാണായാമ തൽപരരായ ചിലർ പ്രാണാപാനന്മാരുടെ ഗതിയെ നിയന്ത്രിച്ചിട്ട് പ്രാണനെ അപാനനിലും അപാനനെ പ്രാണനിലും ആഹുതി ചെയ്യുന്നു. ഇതിൽ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുന്നതിന് പൂരകമെന്നും പുറത്തേക്ക് വിടുന്നതിന് രേചകമെന്നും പറയുന്നു. ശ്വാസത്തെ അകത്തോ പുറത്തോ നിർത്തുന്നത് കുംഭകമാണ്. നിശ്ചിത അനുപാതത്തിൽ പൂരക രേചക കുംഭകങ്ങൾ ചെയ്യുന്നതാണ് പ്രാണായാമം. ഇത് പരിശീലിക്കുന്നവർ ഉപപ്രാണന്മാരെയെല്ലാം മുഖ്യപ്രാണനിൽ ഹോമിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഇതും ഒരു യജ്ഞമാകുന്നു. ഭഗവാൻ പറയുന്നു, അല്ലയോ അർജുന, യജ്ഞം ചെയ്യാത്തവന്, അതായത് കർമ്മങ്ങൾ യജ്ഞഭാവത്തോടെ ചെയ്യാത്തവനെ, അനുഷ്ഠിക്കാത്തവനെ ഈ ലോകം തന്നെയില്ല. പിന്നെ പരലോകത്തിൻ്റെ കാര്യം പറയേണ്ടതില്ല. ദ്രവ്യങ്ങളെ കൊണ്ടുള്ള യജ്ഞത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനയജ്ഞം. എല്ലാ കർമ്മങ്ങളും ജ്ഞാനത്തിൽ പര്യവസാനിക്കുന്നു.
തത്വത്തെ പ്രത്യക്ഷമായി സാക്ഷാത്കരിച്ചറിഞ്ഞ ഗുരു ജ്ഞാനം ഉപദേശിച്ചു തരും. കത്തിയെരിയുന്ന വിറകിനെ അഗ്നി ഭസ്മമാക്കുന്നത് പോലെ ജ്ഞാനമാകുന്ന അഗ്നി എല്ലാ കർമ്മങ്ങളെയും ഭസ്മീകരിക്കുന്നു. 40-ാമത്തെ ശ്ലോകം നോക്കാം. അജ്ഞശ്ച അശ്രദ്ധദാനശ്ച സംശയാത്മാ വിനശ്യതി നായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മനാ. അജ്ഞനും ശ്രദ്ധയില്ലാത്തവനും സർവത്തെയും സംശയിക്കുന്നവനും നശിച്ചു പോകുന്നു. സംശയാത്മാവായ അവന് ഈ ലോകവും പരലോകവുമില്ല, സുഖവുമില്ല. അർജുന, ലോകം കൊണ്ട് കർമ്മങ്ങളെ ത്യജിച്ചവനും ജ്ഞാനം കൊണ്ട് സംശയത്തെ ഛേദിച്ചവനുമായ ആത്മജ്ഞാനിയെ കർമ്മങ്ങൾ ബാധിക്കുന്നില്ല. സംശയം കൈവെടിഞ്ഞ് യുദ്ധത്തിനായി, കർത്തവ്യകർമ്മത്തിനായി ഒരുങ്ങാൻ ഭഗവാൻ അർജുനനെ ആഹ്വാനം ചെയ്യുന്നു. അവസാനത്തെ ഉപദേശം എന്താണെന്ന് നോക്കാം നമുക്ക്. യസ്മാദജ്ഞാനസംഭൂതം ഹൃത്സ്ഥം ജ്ഞാനാസീനാത്മനാ ചിത്വൈനം സംശയം യോഗം ആദിഷ്ടോത്തിഷ്ഠ ഭാരത. അതിനാൽ അജ്ഞാനത്തിൽ നിന്നുണ്ടായതും നിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചതുമായ ഈ സംശയത്തെ ജ്ഞാനമാകുന്ന ഖഡ്ഗം കൊണ്ട് ഛേദിച്ചിട്ട് കർമ്മയോഗത്തെ ആശ്രയിക്കുക, അനുഷ്ഠിക്കുക. ഹേ ഭാരത, എഴുന്നേൽക്കൂ, കർത്തവ്യ കർമ്മങ്ങൾക്കായിട്ട് ഒരുങ്ങൂ. ഇതെല്ലാം അർജുനന് മാത്രമായിട്ടുള്ള ഉപദേശമല്ല, മാനവരാശിക്കുള്ള ഉപദേശമാണ്. പാർത്ഥസാരഥിയുടെ ഈ വാക്കുകളെല്ലാം നമുക്കെന്നും പ്രചോദനം നൽകട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത ചതുർത്ഥോധ്യായഃ ജ്ഞാനകർമ്മ സന്യാസയോഗഃ. ശ്രീഭഗവാനുവാച ഇമം ബിഭസ്വതേ യോഗം പ്രോക്തവാനകമവ്യയം വിഭസ്വാന്മനവേ പ്രാക മനുരിക്ഷ്വാകവേ ബ്രവീദ്. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേനേകമഗതാ യോഗോ നഷ്ടപരന്തപ. സ ഏവായം മയാ തേദ്യ യോഗ പ്രോക്ത പുരാതനഃ ഭക്തോസി മേ സഖാ ചേതേ രഹസ്യം ഖേദദുത്തമം. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ്വിജാനീയാം ത്വാമാദൗ പ്രോക്തവാനിതി. ശ്രീഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യകം വേദ സർവാണി ന ത്വം വേത്ത പരന്തപ. അജോബി സന്നവ്യയാത്മാ ഭൂതാനാമീശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ജന്മ കർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന.
वीतरागभयक्रोध मन्मया मामुपाश्रिताः बहवो ज्ञानतपसा पूदा मद्भावमागता ये यथा मां प्रपद्यन्ते तां तथैव भजाम्यहं मम वर्त्मानुवर्तन्ते मनुष्या पार्थ सर्वशः काङ्क्षन्त कर्मणां सिद्धिं यजन्त इह देवताः क्षिप्रं किमानुषे लोके सिद्धिर्भवति कर्मजा चातुर्वर्ण्यं मया सृष्टं गुणकर्मविभागशः तस्य कर्तारमपि मां विद्यकर्तारमव्ययं न मां कर्माणि लिम्बन्ति न मे कर्मफले स्पृहा इति मां योऽभिजानाति कर्मभिर्न स बध्यते एवं ज्ञात्वा कृतं कर्म पूर्वैरपि मुमुक्षुभिः कुरु कर्मैव तस्मात् त्वं पूर्वतरं कृतं किं कर्म किमकर्मेति कवयोऽप्यत्र मोहिताः तत्ते कर्म प्रवक्ष्यामि यज्ञात्वा मोक्ष्यसे शुभात् कर्मणो ह्यभिबोद्धव्यं बोद्धव्यं च विकर्मणः अकर्मणश्च बोद्धव्यं गहना कर्मणो गतिः कर्मण्यकर्म यः पश्येत् अकर्मणि च कर्म यः स बुद्धिमान् मनुष्येषु स युक्तः कृत्स्नकर्मकृत् यस्य सर्वे समारम्भा कामसङ्कल्पवर्जिता ज्ञानाग्निदग्धकर्माणं तमाकुपण्डितं बुधाः त्यक्त्वा कर्मफलासङ्गं नित्यतृप्तो निराश्रयः कर्मण्यभिप्रवृत्तोऽपि नैव किञ्चित् करोति सः निराशीर्यदचित्तात्मा त्यक्तसर्वपरिग्रहः शारीरं केवलं कर्म कुर्वन्नाप्नोति किल्बिषं यदृच्छालाभसन्तुष्टो द्वन्द्वातीतो विमत्सरः समसिद्धावसिद्धौ च कृत्वापि न निबध्यते गतसङ्गस्य मुक्तस्य ज्ञानावस्थितचेतसः यज्ञायाचरतः कर्म समग्रं प्रविलीयते ब्रह्मार्पणं ब्रह्मकविर्ब्रह्माग्नौ ब्रह्मणाहुतं ब्रह्मैव तेन गन्तव्यं ब्रह्मकर्मसमाधिना दैवमेवापरे यज्ञं योगेन पर्युपासते ब्रह्माज्ञावपरे यज्ञं यज्ञेनैवोपजुह्वति श्रोत्रादीनीन्द्रियाण्यन्ये संयमाग्निषु जुह्वति शब्दादीन् विषयानन्य इन्द्रियाग्निषु जुह्वति सर्वाणीन्द्रियकर्माणि प्राणकर्माणि चापरे आत्मसंयमयोगाग्नौ जुह्वति ज्ञानदीपिते द्रव्ययज्ञातपोयज्ञ योगयज्ञा तथा परे स्वाध्यायज्ञानयज्ञश्च यतयः संशितव्रता अपाने जुह्वति प्राणं प्राणे पानं तथा परे प्राणापानगतिरुद्ध्वा प्राणायामपरायणा
अपरे नियताहार प्राणान् प्राणेषु जुह्वति सर्वेऽप्येते यज्ञविदो यज्ञक्षपितकल्मषा यज्ञशिष्टामृतभुजो यान्ते ब्रह्मसनातनं नायं लोकोऽस्त्ययज्ञस्य कुतोऽन्यः कुरु सत्तमा एवं बहुविधा यज्ञा विदधा ब्रह्मणो मुखे कर्मजान् विद्धितान् सर्वान् एवं ज्ञात्वा विमोक्ष्यसे श्रेयान् द्रव्यमयाद्यज्ञात् ज्ञानयज्ञपरं तपः सर्वं कर्माखिलं पार्थ ज्ञाने परिसमाप्यते तद्विद्धि प्रणिपातेन परिप्रश्नेन सेवया उपदेक्ष्यन्ति ते ज्ञानं ज्ञानिनः तत्त्वदर्शिनः यज्ञात्वा न पुनर्मोहम् एवं यास्यसि पाण्डव येन भूतान्यशेषेण द्रक्ष्यस्यात्मन्यथो मयि अभिचेदसि पापेभ्यः सर्वेभ्यः पापकृत्तमः सर्वं ज्ञानप्लवेनैव व्रजिनं सन्दरिष्यसि यथैधांसि समिद्धोऽग्निर्भस्मसात् कुरुतेऽर्जुन ज्ञानाग्निः सर्वकर्माणि भस्मसात् कुरुते तथा न हि ज्ञानेन सदृशं पवित्रमिक विद्यते तल्स्वयं योगसंसिद्धः कालेनात्मनि विन्दति श्रद्धावान् लभते ज्ञानं तत्परसंयतेन्द्रियः ज्ञानं लब्ध्वा परां शान्तिम् अचिरेणाधिगच्छति अज्ञश्च श्रद्धदानश्च संशयात्मा विनश्यति नायं लोकोऽस्ति न परो न सुखं संशयात्मनः योगसन्न्यस्तकर्माणां ज्ञानसंच्छिन्न संशयम् आत्मबन्धं न कर्माणि निबध्नन्ति धनञ्जय तस्मादज्ञानसम्भूतं हृत्स्थं ज्ञानासीनात्मनः चित्त्वैनं संशयं योगम् आदिष्टोत्तिष्ठ भारत। ॐ तत्सत् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे ज्ञानकर्मसन्न्यासयोगो नाम चतुर्थोऽध्यायः। ॐ नमो भगवते वासुदेवाय।